തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയുടെ ബജറ്റിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇപ്പോഴത്തെ പ്രഖ്യാപിത 136 അടിയിൽ നിന്ന് 142 അടി ഉയർത്തുമെന്നും അതോടൊപ്പം തന്നെ ഡാമിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതിന് ശേഷം ജലനിരപ്പ് ഉയർത്തും എന്നുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡാമിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ജലനിരപ്പ് 136 നിന്ന് 142 ആകുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. ഒന്ന്, ഇത്രയും പഴക്കമുള്ള ഒരു ഡാം, 130-ലധികം വർഷം പഴക്കമുള്ള ഒരു ഡാം നിലവിലെ സുപ്രീം കോടതി വിധിയും അതുപോലെ തന്നെ റൂൾ കർവിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് 142 അടിയാക്കുക എന്നത് ഡാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സുരക്ഷിതത്വത്തിന് വളരെ ഭീഷണി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഇവരുടെ TVKയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് 142 അടിയാക്കി വർദ്ധിപ്പിക്കും, ഉയർത്തും എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്. 152 അടി. അപ്പം ഇപ്പോൾ വീണ്ടും അവർ പറഞ്ഞിരിക്കുന്നു 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തും എന്നുള്ളതാണ്. അതെന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ ഒന്നാണ്. കാരണം കേരളത്തിൻ്റെ പ്രഖ്യാപിതമായ ഒരു നയം എന്ന് പറയുന്നത് പുതിയ ഡാം, ജലം സമ്പൂർണ്ണമായി തമിഴ്നാടിന് കൊടുക്കുക, അതിലൊരു തടസ്സവും ഉണ്ടാകാതിരിക്കുക, പക്ഷേ സുരക്ഷിതത്വത്തിനായി പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രഖ്യാപിതമായ നയം. ഇത് സുപ്രീം കോടതിയിലും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസായതുകൊണ്ട് ഏകപക്ഷീയമായി ഡാമിൽ ജലനിരപ്പ് ഇങ്ങനെ 142 അടി ഉയർത്തും എന്നുള്ള തമിഴ്നാടിൻ്റെ പ്രഖ്യാപനം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ച അടിയന്തരമായി അല്ലെങ്കിൽ ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാരണവശാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 142 അടിയായി ജലനിരപ്പ് സ്ഥിതിയെക്കുറിച്ചുള്ള വളരെ വലിയ ആശങ്ക നിൽക്കുകയാണ്. താഴ്വാരത്ത് താമസിക്കുന്ന ജനങ്ങളൊക്കെ വളരെ ആശങ്കാകുലരായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് 120 അടിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് 142 അടിയിലേക്ക് വർദ്ധിപ്പിക്കാനൊരു തീരുമാനം തമിഴ്നാട് ഗവൺമെൻറ് എടുത്താൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമായിരിക്കും, വളരെ ആശങ്കാജനകമായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ കാര്യത്തിൽ ഗവൺമെൻറ് തലത്തിലുള്ള ചർച്ച ഉടനുണ്ടാകും. അതിൽ ഈ 136 അല്ലെങ്കിൽ പരമാവധി 137 എന്ന നിലയിൽ നിലനിർത്താനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഉയർന്ന വിലയിൽ നിങ്ങളുടെ വിളകൾ വിൽക്കാൻ ഇനി ഞങ്ങൾ സഹായിക്കാം. നിങ്ങളുടെ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ വിളകൾ ഇനി പവിത്ര അഗ്രോ വെയർഹൌസിൽ സുരക്ഷിതമായി സംഭരിക്കാം. നടപ്പ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഫയർ, ഇൻഷുറൻസ് എന്നിവയടക്കം ഉന്നത നിലവാരം പുലർത്തുന്ന വെയർഹൌസ് ആണ്. ഏവർക്കും സന്ദർശിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.